തോമസ് കിഡിൻ്റെ ദ സ്പാനിഷ് ട്രാജഡി എന്നുള്ള പ്ലേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക 1582 അല്ലെങ്കിൽ 1592 ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്നൊരു പ്ലേ ആണിത്. അതിൻ്റെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ വേറൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഹൈറോണിമോ ഈസ് മാഡ് അഗെയിൻ എന്നുള്ളതാണ്. ഇപ്പോൾ സ്പാനിഷ് ട്രാജഡി ഇംഗ്ലീഷ് തിയേറ്ററിൽ അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്ററിൽ ഒരു പുതിയ ജോണറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം സ്പാനിഷ് ട്രാജഡി നമുക്ക് ഒരു റിവെഞ്ച് പ്ലേ അല്ലെങ്കിൽ റിവെഞ്ച് ട്രാജഡി എന്ന് പറയാം. ഇനി എന്താണ് ഈ റിവെഞ്ച് പ്ലേ അല്ലെങ്കിൽ റിവെഞ്ച് ട്രാജഡി? റിവെഞ്ച് പ്ലേ ഓർ റിവെഞ്ച് ട്രാജഡി എന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിക് ജോണറാണ്. അതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് എന്ത് ചെയ്യും? ഒരു റിവെഞ്ച് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേം റിവെഞ്ച് ട്രാജഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1900 A.H. തോണ്ടൈക്ക് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഈ ലേറ്റ് എലിസബത്തൻ പ്ലേ അല്ലെങ്കിൽ ജാക്കോബിയൻ പ്ലേയുടെ സമയത്ത് ഒരു ക്ലാസ് ഓഫ് പ്ലേസ് ഇറങ്ങിയിരുന്നു. ആ പ്ലേകളെ ഇദ്ദേഹം റിവെഞ്ച് ട്രാജഡി എന്നുള്ള പേരിലാണ് A.H. തോണ്ടൈക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് പ്ലേ ആണ്. അതെങ്ങനെയാണ് റിവെഞ്ച് പ്ലേ എന്ന് പറയുമ്പോൾ ഹൈറോണിമോ എന്നുള്ള ക്യാരക്ടർ, ഹൈറോണിമോ ഈസ് മാഡ് അഗെയിൻ എന്നാണ് ഇതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് വരുന്ന ഈ ഒരു പ്ലേയുടെ. അപ്പോൾ ഹൈറോണിമോ എന്നുള്ള ക്യാരക്ടർ അയാളുടെ മകൻ്റെ മരണം, മകൻ എന്ന് പറയുന്നത് ഹൊറേഷ്യോ ആണ്, മകൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയും അയാൾ ഒരു ഫിറ്റ് ഓഫ് മാഡ്നസ്സിലോട്ട് അങ്ങ് പോവുകയാണ്. കുറച്ച് സമയത്തേക്ക് ഒരു ബ്രീഫായിട്ട് കുറച്ച് സമയത്തേക്ക് അയാൾ ഒരു മാഡ്നസ്സിൻ്റെ ആ ഒരു ഇതിലോട്ട് മെൻ്റൽ സ്റ്റേറ്റ് പോവുകയാണ്. ആൻഡ് ആഫ്റ്റർ വിച്ച് ഹി ഡിസ്കവേഴ്സ് ദാറ്റ് സണ്ണിൻ്റെ മർഡറേഴ്സ് എന്ന് പറയുന്നവരുടെ ഐഡൻറ്റിറ്റി ഇദ്ദേഹം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിവെഞ്ച് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേ വിത്തിൻ എ പ്ലേ ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ ഹാംലെറ്റിലെ പോലെ തന്നെ. ആൻഡ് ഈ ഒരു പ്ലേ ഇദ്ദേഹം ഇനാക്ട് ചെയ്യുന്ന സമയത്താണ് ഇയാൾ റിവെഞ്ച് എടുക്കുന്നത്, അതായത് എല്ലാവരെയും കൊല്ലുന്നത്. ആഫ്റ്റർ വിച്ച് ഹി കിൽസ് ഹിംസെൽഫ്. അപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള മേർഡേഴ്സും ബ്ലഡ് ഷെഡും എല്ലാം ഈ ഒരു പ്ലേക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പിന്നെ ഈ ഒരു പ്ലേയിൽ സംഭവിക്കുന്നതെന്നും ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്പാനിഷ് ട്രാജഡി എന്ന് പറഞ്ഞാൽ പ്ലേ വിത്തിൻ എ പ്ലേ എന്നുള്ളത് മറന്നു പോകരുത്. അതായത് ആ മേർഡറേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇയാളൊരു പ്ലേ ക്രിയേറ്റ് ചെയ്യുവാണ് ഹൈറോണിമോ. എന്നിട്ട് വെഞ്ചിയൻസ്, അതായത് റിവെഞ്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലും ഇങ്ങനെ ഇതുപോലുള്ള ഒരു ഇതുണ്ട് അല്ലേ. മൗസ് ട്രാപ്പ് എന്നുള്ള പ്ലേ ആണ് അവിടെ പ്ലേ ചെയ്യുന്ന ഹാംലെറ്റിനകത്ത്. അതും ഇതുപോലെ തന്നെ ഹാംലെറ്റ് എന്തറിയാൻ വേണ്ടിയാണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നത് പിന്നെ ഈ വല്യച്ഛനും പിന്നെ അതുപോലെ തന്നെ അമ്മയും ആണോ എന്നറിയാൻ വേണ്ടി ഒരു പ്ലേ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഹാംലെറ്റ് തന്നെ. അതിനെയാണ് ദ മൗസ് ട്രാപ്പ് എന്നുള്ള പ്ലേ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ആ ഒരു പ്ലേ ഇനാക്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഹാംലെറ്റിൻ്റെ അച്ഛനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ ഇനാക്ട് ചെയ്യുന്ന സമയത്ത് വല്യച്ഛൻ്റെ, അതായത് ഇയാളുടെ അച്ഛൻ്റെ ബ്രദറിൻ്റെയും പിന്നെ അമ്മയുടെയും മുഖം മാറുന്നത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഉറപ്പിക്കുന്നത് എന്താണ് ഇവർ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടൊരു പ്ലേ വിത്തിൻ്റെ പ്ലേ ഉണ്ട് ഇതിനകത്ത്, സ്പാനിഷ് ട്രാജഡിക്കകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്പാനിഷ് ട്രാജഡിയുടെ ക്യാരക്ടേഴ്സിനെ നമുക്ക് നോക്കാം ആദ്യമേ. അപ്പോൾ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ആൻഡ്രിയ എന്നുള്ള ഒരാളുടെ ഗോസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവെഞ്ച് ഒരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. റിവെഞ്ച് എന്നുള്ള, അതായത് വൈരാഗ്യം എന്നുള്ളത് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. കിങ് ഓഫ് സ്പെയിൻ ഉണ്ട്, പിന്നെ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈൽ ലോറൻസോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ബെലിംപീരിയ ഉണ്ട്, വൈസ്രോയ് ഓഫ് പോർച്ചുഗൽ ബാൽത്തസാർ, ഹൈറോണിമോ ആണ് നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, ഇസബെല്ല ഹൈറോണിമോയുടെ വൈഫുണ്ട്, ഹൊറേഷ്യോ ഹൈറോണിമയുടെയും ഇസബെല്ലയുടെയും മകനാണ് ഹൊറേഷ്യോ, പിന്നെ ഒരു സ്പാനിഷ് ജനറലുണ്ട്. അപ്പം പിന്നെ ഇത്രയും ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക ആക്ട് വൈസ് സമ്മറി ഒന്ന് നോക്കാം. 4 ആക്റ്റാണ് ഉള്ളത് ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിനകത്ത് ഹാപ്പൻ ചെയ്യുന്ന എന്തൊക്കെ മെയിൻ ഇൻസിഡൻസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ട് 1 സീൻ 1 ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ എൻ്റർ ചെയ്യുവാണ്. അപ്പം എന്താ പറയുക ആരാണ് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാനിഷ് നോബിൾമാൻ ആണ്. ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ എന്ന് വെച്ചാൽ ആൻഡ്രിയയുടെ ആത്മാവ് അല്ലെങ്കിൽ പ്രേതം. ഡോൺ ആൻഡ്രിയ പിന്നെ ഒരു എന്താ പറയുക ഡോൺ ആൻഡ്രിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം. ഡോൺ ആൻഡ്രിയെ പോർച്ചുഗീസ് പ്രിൻസ് ആയിട്ടുള്ള ബാൽത്തസാർ റീസെൻ്റ്ലി ഒരു ബാറ്റിൽ വെച്ച് കൊന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗോസ്റ്റ് അണ്ടർവേൾഡിൽ നിന്ന് വരികയാണ്. എന്തിനാണ്? ഇയാളുടെ ഫോർമൽ ലവറായിട്ടുള്ള, അതായത് ഡോൺ ആൻഡ്രിയുടെ ലവറായിരുന്നു ബെലിംപീരിയ. അപ്പോൾ അവരെ ഒന്ന് കാണാനും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിറ്റ്നസ് ചെയ്യാനും വേണ്ടി അണ്ടർവേൾഡിൽ നിന്ന് ആൻഡ്രിയയുടെ ഗോസ്റ്റ് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അപ്പോൾ ഫസ്റ്റ് ആക്ടിനകത്ത് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ എൻ്റർ ചെയ്യാണ് സീനിൽ. അദ്ദേഹം ഒരു മോണോലോഗ് ഡെലിവർ ചെയ്യുന്നു. ആൻഡ് പ്ലേയുടെ പ്രമിസസും സിറ്റുവേഷൻസും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വെൻ ഹി വാസ് അലൈവ് ഗോസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്പാനിഷ് കോർട്ടിൽ ഒരു കോർട്ടിയർ ആയിരുന്നു. ആൻഡ് ഇൻ ദ പ്രൈം ഓഫ് ഹിസ് യൂത്ത് അദ്ദേഹത്തിന് ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈലിൻ്റെ ഡോട്ടറായിട്ടുള്ള ബെലിംപീരിയയുമായിട്ട് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. സ്പെയിനിന് പോർച്ചുഗലുമായിട്ട് ഒരു വാർ ഉണ്ടായിരുന്നു. ഹൗവർ ആ ഒരു വാറിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ലവറിൽ നിന്ന് ഇദ്ദേഹം സെപ്പറേറ്റഡ് ആവുന്നത്. ഗോസ്റ്റ് റീകൗണ്ട് ചെയ്യുവാണ്. അതായത്
എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതും അല്ലെങ്കിൽ ആരാണ് കൊന്നതെന്നുള്ളതും ഒക്കെ ഇദ്ദേഹം പറയുവാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുവാണ്, അണ്ടർവേൾഡിൻ്റെ ഗേറ്റ്സിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വരുവാണ്. പിന്നെ ആ സമയത്താണ് ഹൊറേഷ്യോ മരിച്ച കാര്യം ഇദ്ദേഹം അറിയുന്നത്. അതായത് ഹൊറേഷ്യോയുടെ മരണത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡോൺ ആൻഡ്രിയുടെ ബോഡി പ്രോപ്പർലി ബറീഡ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പിന്നെ അണ്ടർവേൾഡിൽ നിന്ന് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് സീനിനകത്ത്, ആക്ട് 1 സീനിനകത്ത് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഗോസ്റ്റ് ഒരു ക്യാരക്ടറായിട്ടുള്ള റിവെഞ്ചിനെ അഡ്രസ്സ് ചെയ്താണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ആൻഡ് ആക്ട് 1 സീൻ 2നകത്ത് ദ കിങ് ഓഫ് സ്പെയിൻ എൻ്റർ ചെയ്യുവാണ് വിത്ത് ഹിസ് ബ്രദർ ദ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈൽ. പിന്നെ ഹൈറോണിമോ എന്നുള്ള ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ മാർഷലാണ്. പിന്നെ ജനറലും വരുന്നുണ്ട്. അപ്പോൾ ജനറലും ഹൈറോണിമോയും അതുപോലെ തന്നെ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈലും പിന്നെ കിങ് ഓഫ് സ്പെയിനും കൂടി എൻ്റർ ചെയ്യുവാണ് സീനിൽ. ആൻഡ് ദ കിങ് ആസ് ഫോർ എ ബാറ്റിൽ റിപ്പോർട്ടിൻ്റെ കാര്യം ചോദിക്കുന്നു. ആൻഡ് ദ ജനറൽ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെയിൻ വിക്ടറി അച്ചീവ് ചെയ്തു എന്നും പറയുന്നുണ്ട്. പോർച്ചുഗൽ എന്താ പറയുക, വിൽ ഓണർ സ്പെയിൻ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. കിങ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്, മിലിറ്ററി സക്സസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജനറൽ ഗ്ലാഡ് ആയിട്ട് ജനറൽ വളരെ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുവാണ്. ആൻഡ് ഡോൺ ആൻഡ്രിയും അദ്ദേഹത്തിൻ്റെ ആളുകളും നല്ല ബ്രേവായിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. പോർച്ചുഗീസ് സോൾജേഴ്സിനെയൊക്കെ നല്ല രീതിയിലൊക്കെയാണ് അവർ ഫൈറ്റ് ചെയ്തതെന്ന് പറയുന്നു. പോർച്ചുഗീസ് പ്രിൻസ് ആയിട്ടുള്ള ബാൽത്തസാർ ഡോൺ ആൻഡ്രിയെ ചലഞ്ച് ചെയ്യുകയും കില്ല് ചെയ്യുമെന്നും പറയുന്നു. പക്ഷേ ഹൈറോണിമയുടെ സണ്ണായിട്ടുള്ള ഹൊറേഷ്യോ ഡിഫീറ്റ് ചെയ്തു ബാൽത്തസാറിനെ ആൻഡ് ടുക്ക് ഹിം ആസ് പ്രിസണർ എന്നാണ് പറയുന്നത്. ഹൈറോണിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമിയുടെ, അതായത് സ്പെയിനിൻ്റെ ആർമിയുടെ മാർഷലാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മകനാണ് ബാൽത്തസാറിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയും ഡോൺ ആൻഡ്രിയയുടെ മരണത്തിന് റിവെഞ്ച് എടുത്തതും ഒക്കെ ഇദ്ദേഹമാണ്. ആരാണ്? ഹൈറോണിമോ. അപ്പോൾ ആഫ്റ്റർ ഹിയറിംഗ് ദ ഗുഡ് ന്യൂസ് കിങ് എന്ത് ചെയ്തു, ജനറലിനെയും പിന്നെ ബാക്കിയുള്ള സോൾജേഴ്സിനൊക്കെ റിവാർഡ്സ് കൊടുക്കുന്നു. ആൻഡ് പോർച്ചുഗലുമായിട്ട് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു. കിങ് ദെൻ ടേൺസ് ടു ഹൈറോണിമോ ആൻഡ് പ്രോമിസസ് ഹിം ആൻഡ് സണ്ണ് റിവാർഡ് കൊടുക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ബാൽത്തസാറിനെ ഹൊറേഷ്യോയുടെയും ഡ്യൂക്സ്, അതായത് ഹൊറേഷ്യോ ആൻഡ് ഡ്യൂക്കിൻ്റെ സണ്ണായിട്ടുള്ള ലോറൻസോയും ബാൽത്തസാറിനെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരുവാണ്. ആൻഡ് കിങ് ബാൽത്തസാറിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു ആൻഡ് ഡിസ്മിസസ് എവറി വൺ എൽസ്. എന്നിട്ട് പോർച്ചുഗീസ് പ്രിൻസ് ആണ് ആരെന്ന് പറയുന്നത് ബാൽത്തസാർ. പോർച്ചുഗലിനെ സ്പെയിനുകാർ അല്ലെങ്കിൽ സ്പാനിഷ് ആർമി ഡിഫീറ്റ് ചെയ്തു. അങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പോർച്ചുഗീസ് പ്രിൻസ് അതായത് ബാൽത്തസാർ എന്ന് പറഞ്ഞാൽ വളരെ മീക്കായിട്ട് സ്പാനിഷ് കിങ്ങിൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. ആൻഡ് ബാൽത്തസാറിനെ സ്പെയിനിൽ തന്നെ അലൈവായിട്ട് തന്നെ വെക്കണം എന്ന് പറയുവാണ്? രാജാവ് പറയുവാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് രാജാവ് ചോദിക്കുവാണ്, ഹൊറേഷ്യോ ആണോ ലോറൻസോ ആണോ ബാൽത്തസാറിനെ പ്രിസണർ ആക്കിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ഈ ഒരു പ്രിവിലേജിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാൽത്തസാർ അതായത് ഹൈറോണിമോ സണ്ണിൻ്റെ മകൻ്റെ ഫേവറിന് വേണ്ടി സംസാരിക്കുന്നു. കിങ് ഫൈനലി പ്രൊനൗൺസ് ചെയ്യുന്ന ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറൻസോ ബാൽത്തസാറിനെ ക്യാപ്റ്റീവായിട്ട് വെക്കും, വെപ്പൺസും ഹോഴ്സും ഒക്കെ കിട്ടും. ഹൊറേഷ്യോ എന്ന് വെച്ചാൽ പ്രിൻസിൻ്റെ ആർമർ അയാൾക്ക് കിട്ടും എന്നാണ് ഹൊറേഷ്യോയ്ക്ക് കിട്ടുന്ന റിവാർഡെന്ന് പറഞ്ഞു. ആൻഡ് ബിഫോർ റിട്ടയറിംഗ് കിങ് എന്ത് ചെയ്യുകയാണ്, ഹൊറേഷ്യോയുടെ അടുത്ത് പറയുവാണ് ബാൽത്തസാറിനെ പോയി കാണുകയൊക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതായത് രാജാവിന് വളരെയധികം ഇഷ്ടമായി ഹൊറേഷ്യോയെ. അപ്പോൾ ഹൊറേഷ്യോയ്ക്കാണ് കുറച്ചും കൂടി റിവാർഡ്സ് കൊടുക്കുന്നത് രാജാവിൻ്റെ മകനെക്കാട്ടിലും. ആൻഡ് ആക്ട് 1 സീൻ 3 പറയുന്ന സീൻ ഷിഫ്റ്റ് പോർച്ചുഗലാണ്. വേറെ വൈസ്രോയി എന്ന് പറയുന്ന അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, മിസ്ഫോർച്യൂണിനെ കുറിച്ച് അലക്സാൻഡ്രോ എന്നുള്ള ക്യാരക്ടറിൻ്റെ അടുത്തും വില്ലുപ്പോ എന്നുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത്, അവർ നോബിൾ മെന്നാണ്, അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്, അയ്യോ നമ്മൾ തോറ്റുപോയല്ലോ എന്നുള്ള കാര്യം. ആഫ്റ്റർ കൺഫേമിംഗ് ദാറ്റ് ഒരു അംബാസിഡറിനെ സ്പെയിനിലോട്ട് അയക്കുവാണ്. എന്തിനു വേണ്ടിയാണ്? അതായത് മറ്റേയാളെ വെറുതെ വിടണം എന്നൊക്കെ പറയാനും പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി പോർച്ചുഗലിൽ നിന്ന് ഒരു അംബാസിഡർ അങ്ങോട്ട് പോവുകയാണ്, സ്പെയിനിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് എന്നിട്ട് വൈസ്രോയി എന്താണ് പറയുന്നത്, പിന്നെ വൈസ്രോയുടെ മകനും അവിടെ വെച്ച് മരിച്ചായിരുന്നു. അപ്പോൾ ബാൽത്തസാറിന് പകരം ശരിക്കും പറഞ്ഞ് ഇദ്ദേഹത്തിനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ മകനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വൈസ്രോയി അവിടെ കിടന്ന് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലുപ്പോ എന്നുള്ള ക്യാരക്ടർ ഇവിടെ പറയുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി അദ്ദേഹം പറയുന്നുണ്ട് വില്ലുപ്പോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് ബാൽത്തസാർ
ഒരു ബാറ്റിൽ ഇങ്ങനെ എന്താ പറയുക സ്പാനിഷ് ജനറലുമായിട്ട് ദാറ്റ് ഹീ സോ ദാറ്റ് ബാൽത്തസാർ എൻഗേജ്ഡ് ഇൻ ബാറ്റിൽ വിത്ത് എ സ്പാനിഷ് ജനറൽ. അപ്പോൾ അലക്സാൻഡ്രോ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന പ്രിൻസിനെ ഷോട്ട് ചെയ്തെന്നും എന്നൊക്കെയാണ് ഈ വില്ലുപ്പോ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷെ അലക്സാൻഡ്രോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതായത് ഈ അലക്സാൻഡ്രോ എന്നുള്ള ക്യാരക്ടറും വില്ലുപ്പോ എന്നുള്ള ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് പാരവെപ്പുമായിട്ടൊക്കെ നടക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ വില്ലുപ്പോ ഒരു പോർച്ചുഗീസ് നോബിൾമാൻ ആണ്. അയാൾ അലക്സാൻഡ്രോയെ ഒരു റിവാർഡിന് വേണ്ടി ബിട്രേ ചെയ്യുവാണ്. അലക്സാൻഡ്രോ ഒരു ലോയൽ ആയിട്ടുള്ളൊരു പോർച്ചുഗീസ് നോബിൾമാൻ ആണ്. അപ്പോൾ വില്ലുപ്പോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വില്ലുപ്പോ പറഞ്ഞത്, അത് ഇയാള് പിന്നെന്താണ് ആ സമയത്ത് അതായത് ബാൽത്തസാറും മറ്റേ സ്പാനിഷ് ജനറലും കൂടി ഇങ്ങനെ സ്പാനിഷ് ജനറലിന്റെ മകനും കൂടി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടു അലക്സാൻഡ്രോ ഇതുപോലെ പ്രിൻസിനെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ അലക്സാൻഡ്രോയെ ചതിക്കുവാണ് ആര് ചെയ്യുന്നത്, വില്ലുപ്പോ ചെയ്യുവാണ്, മറ്റേ എന്താണ് ബിട്രേ ചെയ്യുവാണ് ചെയ്യുന്നത് ഇയാളുടെ ഈ ഒരു പൊസിഷന് വേണ്ടി. പക്ഷെ അലക്സാൻഡ്രോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈസ്രോയി ആരെയാണ് ബിലീവ് ചെയ്യുന്നത്, വില്ലുപ്പോയെ ബിലീവ് ചെയ്യുകയാണ്. ആൻഡ് ഇയാളെ എന്നിട്ട് അവസാനം എന്ത് ചെയ്യുകയാണ്, പിന്നെ അക്യൂസ് ചെയ്യുവാണ്, ട്രെച്ചറിക്ക് അക്യൂസ് ചെയ്യുവാണ്, അലക്സാൻഡ്രോയെ ട്രെച്ചറിക്ക് അക്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്, അയാളെ പ്രിസണിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അലക്സാൻഡറെ പ്രസന്റ് ചെയ്യുന്നു, വില്ലുപ്പോയ്ക്ക് ഒരു റിവാർഡും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം വില്ലുപ്പോ പാരപണിഞ്ഞതാണ്. ആക്ട് 1 സീൻ 4 വീണ്ടും സ്പെയിനിലെ കാര്യമാണ് പറയുന്നത്. ബെലിംപീരിയ ഹൊറേഷ്യോട് സംസാരിക്കുവാണ് ഡോൺ ആൻഡ്രിയയുടെ ഡെത്തിനെ കുറിച്ച്. ഡോൺ ആൻഡ്രിയയുടെ ലവറാണ് ബെലിംപീരിയ എന്ന് പറയുന്നത്. ബെലിംപീരിയ ഹൊറേഷ്യോട് ഇങ്ങനെ ആ സർക്കംസ്റ്റൻസിനെ കുറിച്ചൊക്കെ ചോദിക്കുവാണ്. ആൻഡ് ഹൊറേഷ്യോ പറയുവാണ് ആൻഡ്രിയ വാസ് എൻഗേജ്ഡ് അതായത് ബാൽത്തസാറുമായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. ആൻഡ് ഒരു ഫിയേഴ്സ് ഡുവലായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെന്താണ് ബാൽത്തസാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗോഡസ് നെമസിസ് വരികയും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഗോഡസ് ഓഫ് ഡെത്ത് വന്നിട്ട് ഇദ്ദേഹത്തിനെയാണ് സഹായിച്ചത്, ബാൽത്തസാറിനെയാണ് സഹായിച്ചത്. അപ്പോൾ പോർച്ചുഗീസ് പ്രിൻസിന് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയില്ല. അപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് പോർച്ചുഗീസ് പ്രിൻസിന് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടി, അങ്ങനെ ആൻഡ്രിയെ കൊന്നു എന്നാണ് ആര് പറയുന്നത്, ഹൊറേഷ്യോ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൊറേഷ്യോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നല്ല പ്രോപ്പറായിട്ടുള്ള ഫ്യൂണറൽ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഓണർ ചെയ്യുന്നു. ഒരു സ്കാർഫ് അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട് ബെലിംപീരിയയ്ക്ക് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു ഡോൺ ആൻഡ്രിയയുടെ. ബെലിംപീരിയയ്ക്ക് അങ്ങനെ ആ ഒരു ലാസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു സ്കാർഫായിരുന്നു. അങ്ങനെ ഹൊറേഷ്യോയുടെ അടുത്ത് ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യാണ് ബെലിംപീരിയ. ഹൊറേഷ്യോ ഇൻ ടേൺ പ്രോമിസസ് ടു സെർവ് ദ ലേഡി ആൻഡ് ബാൽത്തസാറിനെ കാണാൻ വേണ്ടി ഹൊറേഷ്യോ പോവുകയാണ്. അതായത് പിടിച്ച് കെട്ടിക്കൊണ്ട് വന്ന തടവുകാരനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബെലിംപീരിയ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഹൊറേഷ്യോയുടെ അടുത്ത് ഇവർക്കൊരു സെക്കൻഡ് ലവ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ പോർച്ചുഗീസ് പ്രിൻസിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് വെഞ്ചൻസ് എടുക്കണമെന്നും ആര് പറയുന്നുണ്ട്, ബെലിംപീരിയ ഒരു മോണലോഗിൽ പറയുന്നു. ലൊറൻസോയും ബാൽത്തസാറും they enter to find Belimperia all alone in a melancholic mood and in a series of short exchanges ബാൽത്തസാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് ബെലിംപീരിയയുടെ അടുത്തുള്ള ഇഷ്ടം തുറന്ന് പറയുന്നുണ്ട്. ജസ്റ്റസ് ബെലിംപീരിയ അവരുടെ ഗ്ലോവ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഹൗവർ ഹൊറേഷ്യോ എൻ്റർ ദ സീൻ ആൻഡ് ദെൻ പിക്ക് ഇറ്റ് അപ്പ് ഫോർ ഹർ. പിന്നെ ലൊറൻസോ പ്രോമിസ് ചെയ്യുന്നുണ്ട്, അതായത് സിസ്റ്ററിൻ്റെ ക്ലൗഡി മൂഡ് മാറ്റാമെന്നും. ആൻഡ് അവർ 3 പേരും കൂടി പോർച്ചുഗീസ് അംബാസിഡറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒരു ഫീസ്റ്റ് നടത്താൻ. ആക്ട് 1 സീൻ 5 കിങ് ഓഫ് സ്പെയിൻ പോർച്ചുഗീസ് അംബാസിഡറിനെ വെൽക്കം ചെയ്യുന്നു. അംബാസിഡർ വളരെ ഗ്ലാഡ് ആണ്, ബിക്കോസ് ബാൽത്തസാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആൻഡ് എല്ലാവരും കൂടി ബാങ്ക് അതായത് എല്ലാവരും കൂടി ഫീസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആ സമയത്ത് ഹൈറോണിമോ എൻ്റർ ചെയ്യുവാണ് ഒരു മാസ്ക് നടത്താൻ വേണ്ടി. അപ്പോൾ ഈ 3 nights എൻ്റർ ദ സ്റ്റേജ് ആൻഡ് ടേക്ക് 3 kings captive ബൈ അതായത് ഒരു മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. 3 night എൻ്റർ ചെയ്യുവാണ് സ്റ്റേജിൽ. 3 കിങ്സിനെ ക്യാപ്റ്റീവായിട്ട് എടുക്കുവാണ് ബൈ റിമൂവിങ് ദെയർ ക്രൗൺസ്. ഹൈറോണിമോ ഫസ്റ്റ് നൈറ്റ് ടേക്സ് എ ഫസ്റ്റ് നൈറ്റ് ആൻഡ് ദെൻ ഗിവ്സ് ഇറ്റ് ടു ദ ഫസ്റ്റ് കിങ്. അക്കോർഡിംഗ് ടു ഹൈറോണിമോസ് നറേഷൻ നൈറ്റ് എന്ന് പറയുന്നത് ഏൾ ഓഫ് ഗ്ലൗസെസ്റ്റർ ആണെന്നും ഹു വൺസ് കോൺഗേർഡ് പോർച്ചുഗൽ ആൻഡ് മേഡ് ഇറ്റ്. അതായത് അങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചുമ്മാ ഒരു മാസ്ക് പെർഫോമൻസ് നടത്തുവാണ് ഹൈറോണിമോ. ഓക്കെ, ആൻഡ് ദെൻ അത് പോർച്ചുഗലിൽ എന്താ സംഭവിച്ചത്, സ്പെയിനിൽ ഇംഗ്ലണ്ടിൽ എന്താ സംഭവിച്ചതെന്നുള്ള ബേസ് ചെയ്തിട്ട് ഒരു മാസ്ക് പോലെ നടത്തുവാണ്. ആക്ട് 1 സീൻ 6 എന്ന് പറയുന്നത് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ ആസ്ക് റിവെഞ്ച് വൈ ദേ ഹാവ് ബീൻ വാച്ചിങ് ദി എബവ് ഇവൻറ്റ്സ്. അപ്പോൾ ആസ് എ റെസ്പോൺസ് റിവെഞ്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്നിയസ് ആയിട്ടുള്ളൊരു ഇത് പറയുവാണ്. അതായത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സാണ് റിവെഞ്ചും ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയും. അതായത് ഡോൺ ആൻഡ്രിയുടെ ഗോസ്റ്റും റിവെഞ്ചും. അപ്പോൾ റിവെഞ്ചിൻ്റെ അടുത്ത് ഗോസ്റ്റ് ഓഫ് ആൻഡ്രി ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ കാണുന്നതെന്നുള്ളത്. അപ്പം റിവെഞ്ച് പറയുന്നുണ്ട് ഇതെല്ലാം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഒരു ഇംപെൻഡിങ് ഡൂമിൻ്റെ ഒരു ഒരു ചെറിയ ഒരു എപ്പിസോഡ് മാത്രമാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഇപ്പോൾ എന്തായി മാറും, ഡെസ്പെയർ ആയിട്ട് മാറും.
ഡേ എല്ലാം നൈറ്റായിട്ട് മാറും, ലവ് ഹെയ്റ്റ് ആയിട്ട് മാറും, പീസ് വാർ ആയിട്ട് മാറും, ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന പെയിൻ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. സോ ഇത് റിവെഞ്ച് ഒരു അതായത് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് റിവെഞ്ച് എന്നുള്ള ക്യാരക്ടർ ജസ്റ്റ് ഒരു ക്ലൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആർക്ക്, ഡോൺ ആൻഡ്രിയയ്ക്ക്. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ട് 2 വരുന്നതെന്ന് പറയുമ്പോൾ സീൻ 1 ലോറൻസോ ബാൽത്തസാറിനെ കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുവാണ് വിത്ത് റിഗാർഡ്സ് ടു ബെലിംപീരിയ, സജസ്റ്റിംഗ് ദാറ്റ് ഇൻ ഡ്യൂ ടൈം എന്താ പറയുക ബാൽത്തസാറിനെ അവൾക്ക് ഇഷ്ടപ്പെടും എന്നിങ്ങനെ പറയുവാണ്. അപ്പം ബാൽത്തസാർ ആ ഒരു പിന്നെന്താ പറയുക കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ലോറൻസോ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ലോറൻസോ അഷ്യൂർ ചെയ്യുന്നുണ്ട്, അതായത് ബെലിംപീരിയയുടെ ആ ഒരു ഇൻഡിഫറൻറ്റ് നേച്ചറിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ആ ഒരു ട്രൂത്ത് എന്താണെന്ന് നമുക്ക് അൺകവർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ലോറൻസോ എന്നിട്ട് ബെലിംപീരിയയുടെ സെർവൻ്റ് ആയിട്ടുള്ള പെഡ്രിങ്കാനോയെ വിളിച്ചു വരുത്തുകയാണ്. ലോറൻസോ എന്നിട്ട് പറയുന്നുണ്ട്, അതായത് പിന്നെ ഈ ആൻഡ്രിയയും ബെലിംപീരിയയും തമ്മിലുള്ള ആ ഒരു സംഭവം ഇവർക്കറിയാം. ലോറൻസോ എന്നിട്ട് പറയുവാണ് ഇനിയും എന്താണ് ഈ ബെലിംപീരിയ ഇങ്ങനെ കോൾഡ് ആയിട്ടിരിക്കുന്നത്, ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് ആരെടുത്ത് പറയും, പെഡ്രിങ്കാനോ എടുത്ത് പറയും. ഗോൾഡ് ചെയിനൊക്കെ കൊടുക്കാം, സത്യം പറയാനായിട്ട് പറയാം. അങ്ങനെ പെഡ്രിങ്കാനോ എന്ത് ചെയ്യും, എഗ്രി ചെയ്യും. ആൻഡ് ലോറൻസോ ആസ്ക് ഹിം അബൌട്ട് ദി നേച്ചർ ഓഫ് ലവ് ബിറ്റ്വീൻ ആൻഡ്രിയ ആൻഡ് ബെലിംപീരിയാസ് ലവ്. അപ്പോൾ ആരാണ്, അതായത് പിന്നെ ഇവൾ ആരെയാണ് സ്നേഹിക്കുന്നത്, ആരാണ് ഇവളെ സ്നേഹിക്കുന്നത്. അങ്ങനെ സെർവൻറ്റ് എന്ത് ചെയ്യും, ഭയങ്കര ഇഗ്നോറൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ലോറൻസോ വാളെടുത്ത് കില്ല് ചെയ്യുമെന്ന് പറഞ്ഞ് ത്രട്ടൺ ചെയ്യും. ആൻഡ് ദെൻ പെഡ്രിങ്കാനോ ഫൈനലി അഡ്മിറ്റ് ചെയ്യും ബെലിംപീരിയയ്ക്ക് ഹൊറേഷ്യോ ഇഷ്ടമാണെന്ന്. ആൻഡ് ലവ് ലെറ്റേഴ്സൊക്കെ ഒരുപാട് ഹൊറേഷ്യോയുടെ അടുത്ത് ഇവൾ അയച്ചിട്ടുണ്ടെന്നും ആര് പറയും, നമ്മുടെ പെഡ്രിങ്കാനോ എന്നുള്ള സെർവൻറ്റ് പറയും. അങ്ങനെ ലോറൻസോ റിവാർഡ് കൊടുക്കുന്നു. ആൻഡ് ഫെർദർ റിവാർഡ് തരാം, ഇനി ലവേഴ്സ് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പറയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കും. ബാൽത്തസാർ ആ സമയത്ത് ഹൊറേഷ്യോ എടുത്ത് റിവെഞ്ച് എടുക്കണമെന്നും പറഞ്ഞ് നിൽക്കുവാണ് ചെയ്യുന്നത്. ആക്ട് 2 സീൻ 2 ഹൊറേഷ്യോയും ബെലിംപീരിയയും സീൻ എൻ്റർ ചെയ്യുന്നു. പെഡ്രിങ്കാനോ പോയിന്റിംഗ് ഔട്ട് ലവേഴ്സ് ഫോർ ലോറൻസോ ആൻഡ് ബാൽത്തസാർ. ആൻഡ് അവർ രണ്ടുപേരും ഹൈഡ് ചെയ്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൊറേഷ്യോ വണ്ടേഴ്സ് വൈ ദെയർ ലവ് നൗ മെയ്ഡ് സോ ക്ലിയർ. ആൻഡ് ബെലിംപീരിയ എന്താണ് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ കൺഫസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഇവളുടെ ഹാർട്ടിനെ കമ്പയർ ചെയ്യുന്നുണ്ട് ഒരു സെയിലിംഗ് ഷിപ്പുമായിട്ട്. ആൻഡ് ഷീ സ്റ്റിൽ റിക്കവറിങ് ഫ്രം സ്റ്റോമി ടൈംസ്, അതായത് ആൻഡ്രിയയുടെ ഡെത്തിൽ നിന്ന് ഇവളിപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മെറ്റഫോറിക്കൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ആര് സംസാരിക്കും, ബെലിംപീരിയ സംസാരിക്കും. ആൻഡ് നൗ ഷീ സീക്സ് എന്താണ് റിവെഞ്ച് വേണം എന്നിങ്ങനെ പറയുവാണ്. ഹൊറേഷ്യോയുടെ ലവ് അവൾക്കൊരു റെഫ്യൂജാണ്, ഒരു ആശ്വാസമാണെന്ന് പറയുന്നു. അപ്പോൾ ബാൽത്തസാർ ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും. ആൻഡ് എന്താണ് ലോറൻസോയ്ക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ബാൽത്തസാറിൻ്റെ അടുത്ത് ലോറൻസോ വെഞ്ചൻസ് അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഹൊറേഷ്യോയുടെ ഫോളാണ് ആരുടെ ആഗ്രഹം, നമ്മുടെ പിന്നെ ലോറൻസോയ്ക്ക് ആഗ്രഹം. രണ്ട് ലവേഴ്സും ഡയലോഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ഒരു സെക്ലൂഡഡ് ഫീൽഡിങ്ങിൽ സെയിം ഈവനിങ്ങിൽ രണ്ടുപേരുടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇൻ ദ മീൻ ടൈം എന്താണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണ് ഈ രണ്ട് നമ്മുടെ വില്ലന്മാരും കൂടെ ഇയാളുടെ മരണം ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതായത് ലോറൻസോ പറയുന്നുണ്ട് അവസാനം സീൻ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഹൊറേഷ്യോയുടെ സോളിനെ എറ്റേണൽ നൈറ്റിലോട്ട് നമുക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആക്ട് തീരുന്നത്. ആക്ട് 2 സീൻ 3 കിങ് ഓഫ് സ്പെയിൻ എൻ്റർ ചെയ്യുവാണ് വിത്ത് ദ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈൽ ആൻഡ് ദ പോർച്ചുഗീസ് അംബാസിഡർ. കിങ് ആസ് ദ ഡ്യൂക്ക് വാട്ട് ബെലിംപീരിയ തിങ്സ് ഓഫ് ബാൽത്തസാർ. ഡ്യൂക്ക് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോട്ടർ പോർച്ചുഗീസ് പ്രിൻസിൻ്റെ അടുത്ത് ലവ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അറ്റ് ദി മൊമെൻറ്റ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഈ കുട്ടി എന്താണ് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ആ ഒരു വരുതിക്ക് വരും എന്നിങ്ങനെ പറയുവാണ് രാജാവ്. എന്നിട്ട് കിങ് ആംബാസിഡറിൻ്റെ അടുത്ത് ചോദിക്കുവാണ് ടു അഡ്വൈസ് എ വൈസ്രോയ് ഇൻ ഫേവർ ഓഫ് എ മാരേജ് ബിറ്റ്വീൻ ബെലിംപീരിയ ആൻഡ് ബാൽത്തസാർ. അങ്ങനെ പോർച്ചുഗലിന് ഇതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ, നല്ല ഡൗറി കിട്ടും. പിന്നെന്താണ് ബാക്കി ഇവർ പ്രിസണേഴ്സിനെ എല്ലാം റിലീസ് ചെയ്യും. സോ സ്പാനിഷ് ക്രൗണിനും അതായത് ഇവർക്കൊരു നല്ലൊരു എന്താണ് രണ്ട് രാജ്യക്കാർക്കും നല്ല ഒരു കൈൻഡ് ഓഫ് മാരേജ് അലയൻസ് ആണ് ഇത്, പൊളിറ്റിക്കൽ അലയൻസ് ആണ് ഈ ഒരു മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ കിങ് ഫൈനലി റിക്വസ്റ്റ് ആറ്റ് ദ വൈസ്രോയ് എന്ന് പറയുന്നത് ഈ മാരേജ് ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ ബാൽത്തസാറിൻ്റെ റാൻസം ഹൊറേഷ്യോയ്ക്ക് കൊടുക്കാനായിട്ട് പറയുവാണ്. അങ്ങനെ അംബാസിഡർ ലീവ് ചെയ്യുന്നു. ആൻഡ് ദെൻ കിങ് ടേൺസ് ദ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈൽ. എന്നിട്ട് പറയുവാണ് ബെലിംപീരിയയെ കൺവിൻസ് ചെയ്യൂ ഈ കല്യാണത്തിന് വേണ്ടി എന്ന് പറയുവാണ് ഫോർ ദ ഗുഡ് ഓഫ് സ്പെയിൻ. ആക്ട് 2 സീൻ 4 പറയുന്നത് ഹൊറേഷ്യോയും ബെലിംപീരിയയും മീറ്റ് ചെയ്യുകയാണ് ഫീൽഡിൽ. ആൻഡ് ടു ഗാർഡ് അഗെയിൻസ്റ്റ് എനിവൺ അപ്രോച്ചിങ് ബെലിംപീരിയ പെഡ്രിങ്കാനോയെ ഗേറ്റ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കോണം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ട്രെച്ചറസ് ഇൻറ്റൻഷൻസ് ഒന്നും ഇവർക്ക് അറിയത്തില്ല. രണ്ട് ലവേഴ്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ലോറൻസോയും ബാൽത്തസാറും സീനിൽ വരുന്നു വിത്ത് സെർബറീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും പെഡ്രിങ്കാനോ ആയിട്ട്. ദ മെൻ ടേക്ക് ബെലിംപീരിയ അസൈഡ്.
ഹൊറേഷ്യോയെ തൂക്കി കൊല്ലുകയാണ് ചെയ്യുന്നത് ആൻഡ് ദെൻ സ്റ്റാബ് ഹിം. ബെലിംപീരിയ ഹൊറേഷ്യോയുടെ ലൈഫിന് വേണ്ടി ഒരുപാട് പ്ലീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കരയാനേ സാധിക്കുന്നുള്ളൂ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, പിന്നെ ബെലിംപീരിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആൻഡ് ദെൻ ഷീ ലീവ്സ് ദ സീൻ ഓഫ് മർഡർ. ആക്ട് 2 സീൻ 5 ഹൈറോണിമോ നൈറ്റ് ഷർട്ടിൽ എൻ്റർ ചെയ്യുവാണ്. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിട്ടാണ്. അപ്പം നോക്കിയപ്പോൾ എന്താണ്, ഒരു ഹാങ്ഡ് മാൻ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു. ആൻഡ് സസ്പെക്ട്സ് ദാറ്റ് ദി മർഡേഴ്സ് ഹാവ് അറ്റംപ്റ്റഡ് ടു ഇൻക്രിമിനേറ്റ് ഹിം. അപ്പോൾ ആ കോപ്സ് താഴെ കട്ട് ചെയ്തിടുമ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ആണല്ലോ തൂങ്ങി നിൽക്കുന്നതെന്നുള്ളത്. ഹൈറോണിമോ വളരെ ഒരു ടോർമെൻറ്റഡ് സൊളിലോക്കിയൊക്കെ പറയും എന്താണ് ഡെഡ് സണ്ണിന് വേണ്ടി. അയാളുടെ വൈഫായിട്ടുള്ള ഇസബെല്ല സീൻ എൻ്റർ ചെയ്യും. പിന്നെ ഹൈറോണിമ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിവെഞ്ച് എടുക്കാൻ വേണ്ടി പ്രോമിസ് എടുക്കുന്നു. അയാളുടെ സണ്ണിൻ്റെ ബ്ലഡി ഹാൻഡ് കർച്ചീഫ് അയാൾക്ക് കിട്ടുന്നു. അതായത് പിന്നെ എന്താണ് കോപ്സിനെ ഒരിക്കലും, എന്നിട്ട് ഈ മർഡറേഴ്സിനെ കില്ല് ചെയ്യുന്നത് വരെ ഈ കോപ്സ് ബെറി ചെയ്യത്തില്ലെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്യുകയാണ്. പിന്നെ വൈഫും ഹസ്ബൻഡും കൂടി കോപ്സ്, അതായത് ഡെഡ് ബോഡി ക്യാരി ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു മോണലോഗിലാണ് ഹൈറോണിമോയുടെ ഒരു മോണലോഗിലാണ് ഈ ഒരു ആക്ട് കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ദെൻ ആക്ട് 2 സീൻ 6 ആണ്. ഗോസ്റ്റ് വൺസ് അഗെയിൻ ക്വസ്റ്റ്യൻസ് റിവെഞ്ചിൻ്റെ മോട്ടീവ്സ്. നമ്മുടെ ഡോൺ ആൻഡ്രിയയുടെ ഗോസ്റ്റ് റിവെഞ്ചിൻ്റെ മോട്ടീവ് എന്താണെന്ന് ചോദിക്കുന്നു. ആൻഡ് എന്തിനാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹൊറേഷ്യോയെ കൊല്ലുന്നത് ഞാൻ തന്നെ വിറ്റ്നസ് ചെയ്തത്. ബെലിംപീരിയെ എനിക്കിഷ്ടമാണ്, പക്ഷേ ബെലിംപീരിയയ്ക്ക് ഹൊറേഷ്യോ ഇഷ്ടമായിരുന്നു. അവരുടെ ആ ഒരു ലവ് എന്തിനാണ് തകർത്തതെന്നൊക്കെ ചോദിക്കുന്നു. റിവെഞ്ച് പറയുന്നത് ടു ബി പേഷ്യൻറ്റ്, അതായത് ഇനിയും കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ബാൽത്തസാറിൻ്റെ ഡൗൺഫോൾ നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളെന്ന് ആര് പറയുവാണ്, റിവെഞ്ച് പറയുവാണ് ചെയ്യുന്നത്. ഇനി ആക്ട് 3 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് പോർച്ചുഗലിൽ വൈസ്രോയുടെ ലെമൻറ്റേഷനാണ് കാണിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പിന്നെന്താണ് മകൻ മരിച്ച കാര്യവും അതൊക്കെയാണ് ആക്ട് 3 സീൻ 1 പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സോ ഇവിടെ വൈസ്രോയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് ബാൽത്തസാർ മരിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ പിന്നീട് അംബാസിഡർക്കല്ലേ അറിയത്തുള്ളൂ അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. അംബാസിഡർ മറ്റേ ആളുമായിട്ട് എന്ത് ചെയ്യുവാണ്, മറ്റേ ഡ്യൂക്കുമായിട്ടൊക്കെ രാജാവുമായിട്ടൊക്കെ ഇരുന്ന് ബെലിംപീരിയ ആയിട്ടുള്ള കല്യാണം ബാൽത്തസാറിൻ്റെ ഉറപ്പിക്കുവാണ്. അപ്പോൾ വൈസ്രോയ് ഇവിടെ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിലെ വൈസ്രോയ് വിചാരിച്ചിരിക്കുന്നത് മകൻ മരിച്ചു എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് ബിലീവ്സ് അലക്സാൻഡ്രോ ആണ്. ആൻഡ് ഓൾസോ ഹി ബിലീവ്സ് എന്താണ് അലക്സാൻഡ്രോ ട്രീസൺ ചെയ്തു എന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വില്ലുപ്പോ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദെൻ ഹീ ഈസ് നിയർലി എക്സിക്യൂട്ടഡ്. പക്ഷേ സ്പെയിനിൽ നിന്നുള്ള ന്യൂസ് വരുവാണ് ബാൽത്തസാർ എലൈവ് ആണെന്നുള്ളത്. ആൻഡ് ആ സമയത്ത് വില്ലുപ്പോയുടെ കള്ളങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആവുകയും ആൻഡ് ഹി അഡ്മിറ്റ്സ് ഹിസ് ഡിസീറ്റ് ആൻഡ് ഇസ് പണിഷ്ഡ്. അലക്സാൻഡ്രോയെ ഫ്രീ ചെയ്യുന്നു ആൻഡ് അതുപോലെ തന്നെ ഓണർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് 3 സീൻ 2 വരുന്നത് ഹൈറോണിമോ എന്ത് ചെയ്യാണ്, ഹൊറേഷ്യോയുടെ ഡെത്തിൽ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബെലിംപീരിയയുടെ ബ്ലഡ് റിട്ടേൺ ലെറ്റർ റിവീൽസ് ദാറ്റ് ബാൽത്തസാർ ലൊറൻസോ ആണ് ഗിൽറ്റി എന്നുള്ളത് ഹൈറോണിമയ്ക്ക് കിട്ടുന്നു. ഹൈറോണിമോ എന്ത് ചെയ്യാണ്, ഒരു ട്രാപ്പ് ചെയ്യുവാണ്. അതായത് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് മീൻ വൈൽ ലൊറൻസോ എന്ത് ചെയ്യാണ്, പെഡ്രിങ്കാനോയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, സെർബറൈനെയും കൊല്ലുന്നു. സെർബറൈനും പെഡ്രിങ്കാനോയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മറ്റേയാളെ കൊല്ലിയൊക്കെ ചെയ്യുന്നത്. ആരെയാണ്, നമ്മുടെ ഹൊറേഷ്യോയെ. അപ്പം ലൊറൻസോ മാനിപ്പുലേറ്റ് ചെയ്ത് പെഡ്രിങ്കാനോയെ വെച്ച് ഹെൽപ്പർ കൂടിയായിട്ടുള്ള സെർബറൈനെ കൊല്ലുവാണ്. ആൻഡ് ദെൻ എന്ത് ചെയ്യാണ്, ഈ ഗാർഡ്സ് രണ്ടുപേരെയും ബിട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൊടുക്കാൻ വേണ്ടി ലൊറൻസോ വളരെ കണ്ണിങ് ആയിട്ട് ഡബിൾ ഡീൽ ചെയ്യുവാണ് പെഡ്രിങ്കാനോയെ. ആദ്യമേ പെഡ്രിങ്കാനോയെ കൊണ്ട് മറ്റേ കൂട്ടാളിയെ കൊല്ലിക്കുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ബിട്രയലിന് കൊല്ലാൻ നോക്കുകയാണ് ലൊറൻസോ. ആക്ട് 3 സീൻ 3 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രിങ്കാനോ റിലക്റ്റൻലി കിൽ സെർബറൈൻ. ഗ്രീഡും ഒക്കെ ഉള്ളത്, അതായത് ഇയാൾക്ക് കൂടുതൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പെഡ്രിങ്കാനോ കൊല്ലുന്നത്. ആൻഡ് ബിലീവ്സ് ലൊറൻസോ വിൽ സേവ് ഹിം. പക്ഷേ ഗാർഡ്സ് എന്ത് ചെയ്യുകയാണ്, ഇയാളെ സെർബറൈനെ കൊന്നതിന് ശേഷം ഉടനെ തന്നെ ഗാർഡ്സിനെ ആര് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, ലൊറൻസോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ലൊറൻസോ എന്ത് ചെയ്യുകയാണ്, പെഡ്രിങ്കാനോയെയും ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ട് 3 സീൻ 4 ലൊറൻസോ എന്താണ് ഈ ഇയാളെങ്ങാണ് ഇനി വല്ലതും പറയുമോ എന്ന് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാൽത്തസാർ സെർബറൈൻ്റെ ഡെത്ത് കേൾക്കുന്നുണ്ട്. ആൻഡ് ലൊറൻസോ എന്ത് ചെയ്യാണ്, സ്റ്റീർ ടുവേർഡ്സും അതായത് ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് രാജാവിന് കൊടുക്കുവാണ്. ലോറൻസോ എന്നിട്ട് പിന്നെ ഒരു മോണോലോഗിൽ അയാളുടെ പവറിനെ കുറിച്ചും അയാൾക്ക് ഇവൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലോറൻസോ എലോൺ ഒറ്റയ്ക്ക് ഇന്ന് ഒരു മോണോലോഗ് പറയുന്നുണ്ട്. ആൻഡ് ഹി ഓൾസോ ട്രിക്സ് പെഡ്രിങ്കാനോ ബൈ സെൻഡിങ് എ ബോക്സ് ദാറ്റ് സപ്പോസഡ്ലി കണ്ടെയ്ൻ എ പാർട്ടൺ. ഓക്കെ, എന്നിട്ട് സമ്മറിക്കകത്ത് ആക്ട് 3 സീൻ 5 ലോറൻസോയുടെ പേജ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഹി റിയലൈസസ് എന്താണ്, പെഡ്രിങ്കാനോ ഇസ് ഡൂംഡ് ബട്ട് ഡെയർസ് നോട്ട് ഇൻ്റർഫിയർ.
പിന്നെന്താണ് ആക്ട് 3 സീൻ 6 ഹൈറോണിമോ എന്ത് ചെയ്യാണ്, പെഡ്രിഗാനോ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പെഡ്രിഗാനോ റിമെയിൻസ് അറഗൻറ്റ്. പിന്നെ പക്ഷേ അയാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ലൊറൻസോ ഇയാളെ രക്ഷിക്കുമെന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇയാളെ അവസാനം തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഈ സമയത്ത് ഹൈറോണിമോ എന്ത് ചെയ്യുവാണ്, മകൻ്റെ കൂട്ടാളികളെ കൊല്ലാനായിട്ട് റിവെഞ്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ആക്ട് 3 സീൻ 7 ഹൈറോണിമോ എന്താണ്, പെഡ്രിഗാനോയുടെ ഫൈനൽ ലെറ്റർ കിട്ടുന്നു, റിവീലിംഗ് ലൊറൻസോയുടെ ഇൻവോൾവ്മെന്റ് ഇൻ ഹൊറേഷ്യോസ് മർഡർ. ആൻഡ് മെലിംപീരിയയുടെ ഈ മറ്റേ ഹാൻഡ് റിട്ടൺ മെസ്സേജും ബ്ലഡ് റിട്ടൺ മെസ്സേജും ഇതും കൂടെ ആയപ്പോഴത്തേക്ക് അയാൾ കൺഫേം ചെയ്തു. ആൻഡ് റിസോൾവ്സ് ടു ഡിമാൻഡ് ജസ്റ്റിസ് ഫ്രം ദ കിങ്. രാജാവിൻ്റെ അടുത്ത് പോയി ജസ്റ്റിസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇസബെല്ലോ, ഹൊറേഷ്യോസ് മദർ എന്താണ്, മാഡ്നസിലോട്ട് പോകുന്നു ഓവർ ഹെർ സൺസ് ഡെത്ത് ആൻഡ് ലാക്ക് ഓഫ് ജസ്റ്റിസ്. പിന്നെ ആക്ട് 3 സീൻ 9 ബെലംപീരിയ എന്ത് ചെയ്യാണ്, ക്യാപ്റ്റിവിറ്റി, അവരെ ക്യാപ്റ്റീവാക്കി വെച്ചേക്കുവാണ്. ആ ഒരു ക്യാപ്റ്റിവിറ്റിയിലും പവർലെസ്നെസ്സിലും അവളിങ്ങനെ സഫർ ചെയ്തിരിക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആൻഡ് ലൊറൻസോയും ബാൽത്തസാറും കൂടി പെഡ്രിഗാനോയുടെ എക്സിക്യൂഷൻ ഡിസ്കസ് ചെയ്യുവാണ്. ലൊറൻസോ എന്ത് ചെയ്യാണ്, ബെലിംപീരിയെ റിലീസ് ചെയ്യുന്നു. പിന്നെ ഷീ കൺഫ്രണ്ട്സും ബട്ട് ദ കോൺവെർസേഷൻ ഷിഫ്റ്റ്സ് ടു എ ക്രിപ്റ്റിക് ഡയലോഗ് വിത്ത് ബാൽത്തസാർ അബൌട്ട് ലവ് ആൻഡ് ഫിയർ. അത് കഴിഞ്ഞിട്ട് ആക്ട് 3 വരുന്ന ഓവറോൾ തീം എന്ന് പറയുന്നത് ജസ്റ്റിസും ഇൻജസ്റ്റിസും തമ്മിലുള്ള ആ ഒരു ഇതും ഡിസപ്ഷനും ബിട്രയലും വരുന്നുണ്ട്, മാഡ്നസ് വരുന്നുണ്ട്, റിവെഞ്ചും ട്രൂത്തുമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ആക്ട് 3 സീൻ 11 2 പോർച്ചുഗീസ് ജെന്റിൽമാൻ ഡ്യൂക്ക് ഓഫ് കാസ്റ്റൈലിനെ സെർച്ച് ചെയ്ത് വരുന്നു. ബട്ട് ആക്ച്വലി സീക്ക് ലൊറൻസോ. ഹൈറോണിമോ എന്ത് ചെയ്യുകയാണ്, ഡയറക്റ്റ് ചെയ്യുവാണ് ലൊറൻസോയുടെ അടുത്തോട്ട് ഇവരെ. പക്ഷേ എന്താണ്, ഹൈറോണിമോ മാഡായിട്ട് അഭിനയിക്കുവാണ്. അതായത് പിന്നെന്താണ്, മേക്കിംഗ് ദം ബിലീവ് ഹീസ് മാഡ്. ഇവരുടെ അടുത്ത് രണ്ടുപേരെടുത്ത് ഈ 2 പോർച്ചുഗീസ് ജെന്റിൽമെൻ്റെ അടുത്ത് ഇയാൾ ഡെസ്പെയറിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് മാഡായിട്ട് എന്ത് വരുവാണ്. അതായത് ഹിഡൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവരെ കൊല്ലുക എന്നുള്ളതാണ്. സോ ഇയാൾ മാഡ്നസ് ഫെയിൻ ചെയ്യാൻ തുടങ്ങി, അതായത് ഫേക്ക് ചെയ്യാൻ തുടങ്ങി. ആക്ട് 3 സീൻ 12 ഹൈറോണിമോ കണ്ടംപ്ലെയിൻ സൂയിസൈഡ് വിത്ത് ഡാഗർ. പക്ഷേ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, റിവെഞ്ച് എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ കിങ്ങും ഡ്യൂക്കും ലൊറൻസോയും അംബാസഡറും എൻ്റർ ചെയ്യുന്നു. ഹൈറോണിമോ റിപ്പീറ്റഡ് ആയിട്ട് ജസ്റ്റിസിന് വേണ്ടി കരയുന്നു. ഹീസ് ഇഗ്നോർഡ് ആൻഡ് ഡിസ്മിസ്ഡ് ആസ് മാഡ്. മീൻ വൈൽ അംബാസഡർ എന്താണ് പറയുന്നത്, ബാൽത്തസാറിൻ്റെയും മെലിംപീരിയയുടെ അറേഞ്ച്ഡ് മാരേജിൻ്റെ ന്യൂസ് വൈസ്രോയുടെ അടുത്ത് കൊണ്ടെത്തിക്കുന്നു. ആൻഡ് ദ കിങ് റിസ്ട്രെയിൻസ് ഹൈറോണിമോ ആൻഡ് ഡിസൈഡ്സ് ടു സെൻഡ് ഹിം ദ റാൻസം മണി ഓഡ് ഫോർ ഹൊറേഷ്യോ. ബട്ട് ലൊറൻസോ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഹീസ് അൺഫിറ്റ് ഫോർ ഓഫീസ്. രാജാവിന് സഹായിക്കണമെന്നുണ്ടെങ്കിലും രാജാവിൻ്റെ അടുത്ത് ലൊറൻസോ പറയാണ് ഇയാൾ ഇനിയിപ്പോൾ ജോലിയൊന്നും കൊടുക്കേണ്ട, ഹീസ് മാഡാണെന്നും അൺഫിറ്റാണ് ജോലിക്കെന്നും പറയുവാണ്. ആക്ട് 3 സീൻ 13 ഹൈറോണിമോ എന്ത് ചെയ്യാണ് പറയുന്നത്, വെഞ്ചൻസ് ഇൻസ് മൈൻ സെറ്റ് ദ ലോഡ് എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാണ്. ബട്ട് ഇൻ്റർപ്രറ്റ്സ് ഇറ്റ് എസ് ഡിവൈൻ. അതായത് ഇദ്ദേഹത്തിന് ഒരു ഡിവൈൻ സാങ്ഷൻ കിട്ടിയതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം ഇപ്പോൾ ഹൈറോണിമോയ്ക്ക് റിവെഞ്ചിന് വേണ്ടിയുള്ള. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, പേഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അൺടിൽ ദ റൈറ്റ് മൊമെൻറ്റ് കംസ്. അപ്പോൾ പിന്നെ പെറ്റീഷനേഴ്സ് എല്ലാം കേസസിന് വേണ്ടി കോർട്ടിൽ എൻ്റർ ചെയ്യുന്നു. ഡോൺ ബസൂൾട്ടോ എന്ന് പറഞ്ഞൊരു ഓൾഡ് മാനിനെ അയാളുടെ മകനെ നഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് റിമൈൻസ് ഹൈറോണിമോ ഓഫ് ഹൊറേഷ്യോ. ഡീപ്ലി മൂഡ് ഹൈറോണിമോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. ആൻഡ് ആ പെറ്റീഷനിൽ അയാൾ ടയർ ഡൗൺ ചെയ്യുന്നു ആസ് ദേ വെയർ ദി മർഡറേഴ്സ് ലിംസ്. ആൻഡ് ഹി കൺഫ്യൂസസ് ദ ഓൾഡ് മാൻ വിത്ത് ഹിസ് സൺ. ആൻഡ് ദെൻ എന്ത് ചെയ്യുവാണ്, റിവെഞ്ചിന് എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യുവാണ്. സീൻ 14 ആക്ട് 3 സ്പാനിഷ് കിങ്ങും പോർച്ചുഗീസ് വൈസ്രോയും ഫൈനലൈസ് ചെയ്യുവാണ് ബാൽത്തസാറും ബെലിംപീരിയും നമ്മളെ മാരേജ്. വൈസ്രോയ് അബ്ഡിക്കേറ്റ് ചെയ്യുന്നു. വൈസ്രോയ് എന്ത് ചെയ്യാണ്, സണ്ണിൻ്റെ ഫോർച്യൂൺ വെച്ചിട്ട് ഇയാൾ ഭയങ്കര ഹാപ്പി ആവുന്നു. ഡ്യൂക്ക് എന്നിട്ട് ലോറൻസോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അബൌട്ട് ഹൈറോണിമോ സസ്പെക്റ്റിംഗ് മിസ്ട്രീറ്റ്മെൻറ്റ്. ലോറൻസോ ഡിനൈ ചെയ്യുവാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. ഹൈറോണിമോ മാഡ് ആണെന്ന് പറയുന്നുണ്ട്. ലേറ്റർ ഡ്യൂക്ക് റീകൺസൈൽ വിത്ത് മെലിംപീരിയ ആൻഡ് ആൻഡ്രിയസ് പാസ്റ്റ് ഇസ് ഫോർഗീവൻ. പിന്നെ ഹൈറോണിമോ അപ്പിയർ ചെയ്യുന്നു. ഹി ഡിനൈസ് പബ്ലിക്ലി ദാറ്റ് ലോറൻസോ റോങ്ഡ് ഹിം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇയാൾ റിവെഞ്ചിന് വേണ്ടിയുള്ള പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നു. മനസ്സിലാലോചിക്കുവാണ്. ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ ആക്ട് 3 സീൻ 15 ആൻഡ്രിയയുടെ ഗോസ്റ്റ് ഫിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹൈറോണിമോ ഹാസ് അലൈഡ് വിത്ത് ലോറൻസോ. റിവെഞ്ച് റിയഷ്യൂസും, അതായത് ഹൈറോണിമോയുടെ സൈലൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കാണ്. ഒരു ഡം ഷോ ഇപ്പോൾ സ്റ്റേജ് ചെയ്യും. ഹൈമൻ ദ ഗോഡ് ഓഫ് മാരേജ് വെഡ്ഡിങ് ടോർച്ചസും എല്ലാം എക്സ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ട് ബ്ലഡിൽ ഇപ്പോൾ അത് ഫുൾ കവർ ചെയ്യും. അതായത് മാരേജ് വിൽ ഓൺലി എൻഡ് ഇൻ വയലൻസ് എന്ന് ഈ പിന്നെ നമ്മുടെ ഡോൺ ആൻഡ്രിയയുടെ ഗോസ്റ്റിൻ്റെ അടുത്ത് റിവെഞ്ച് റിയഷ്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീനിനകത്ത് മാഡ്നസ് വരുന്നുണ്ട്, ജസ്റ്റിസ് വരുന്നുണ്ട്, സൈലൻസ്, പിന്നെന്താണ് ഡിസപ്ഷൻ വരുന്നുണ്ട്, അതൊക്കെയാണ് വരുന്നത്. ഇനി ആക്ട് 4 സീൻ 1 അടുത്തത്. ആക്ട് 4 സീൻ 1 ബെലിംപീരിയ ഹൈറോണിമയെ റിബ്യൂക്ക് ചെയ്യാണ്, വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് റിവെഞ്ച് ഡിലേ ചെയ്യുന്നതെന്നും പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതായത് ഇവരും വന്ന് അപ്പീൽ ചെയ്യുവാണല്ലോ, ചെയ്യുമെന്നും പറഞ്ഞ് ഇവരും പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ബെലിംപീരിയയും ഹൈറോണിമയും കൂടി കൊളാബറേറ്റ് ചെയ്ത് റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലൊറൻസോയും ബാൽത്തസാറും അറൈവ് ചെയ്യുന്നു, ആസ്കിങ് ഹൈറോണിമോ ടു അറേഞ്ച് ആൻ എൻ്റർടൈൻമെൻറ്റ് ഫോർ ദ കിങ്. അപ്പോൾ അദ്ദേഹം ഒരു ട്രാജിക് പ്ലേ പ്രപ്പോസ് ചെയ്യുവാണ്. ഹൈറോണിമോ യൂത്തിൽ തന്നെ എഴുതിയ ഒരു ട്രാജിക് പ്ലേ ഉണ്ടെന്നും അതിനകത്ത്
ബെലിംബീരിയും ബാൽത്തസാറും ലോറൻസോയും കീ റോളിൽ വരണമെന്ന് ഇദ്ദേഹം പറയുവാണ് ഹൈറോണിമോ. അപ്പോൾ പ്ലോട്ട് ഒരു ബിട്രയലിനും വെഞ്ചിയൻസിനും സൂയിസൈഡിനും ഉള്ളൊരു പ്ലോട്ടാണ് ഇനി വരുന്നത്. അപ്പം ഈച്ച് ക്യാരക്ടർ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ വേണം സംസാരിക്കാനെന്നും ഒക്കെ ഇയാൾ പറയുവാണ്, ഹൈറോണിമോ ഇത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഫോർ റിവെഞ്ച്. ആക്ട് 4 സീൻ 2-നകത്ത് ഇസബെല്ല ഹൈറോണിമയുടെ ആ ഒരു ഡെത്തിനെ അവെഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് ആ മർഡർ സൈറ്റിൽ പോയിട്ട്. ഷീ കട്ട്സ് ഡൗൺ ദി ആർബർ വെയർ ഹി വാസ് ഹാങ്ഡ്. എന്നിട്ട് രാജാവിനെയും ഹസ്ബൻഡിൻ്റെ ഇനാക്ഷനെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞ് പ്രാവുന്നു ആൻഡ് കേഴ്സ് ചെയ്യുന്നു. ആൻഡ് ഷീ കിൽസ് ഹെർസെൽഫ് ഇൻ ഗ്രീഫ്. ഹൈറോണിമ ആൻഡ് ഇനി ആക്ട് 4 സീൻ 3-കകത്തെന്ന് പറയുന്നത് എന്താണ്, ഹൈറോണിമയും ഡ്യൂക്ക് ഓഫ് കാസ്റ്റിലും കൂടി ഈവനിങ്ങിൻ്റെ പെർഫോമൻസിന് വേണ്ടി അറേഞ്ച്മെൻറ്റ്സ് വരുത്തുന്നു. ഡ്യൂക്ക് പ്രോമിസ് ചെയ്യുവാണ് ടു ഹാൻഡ് ദ കിങ് എ കോപ്പി ഓഫ് ദ പ്ലേ. ലെഫ്റ്റ് അലോൺ ഹൈറോണിമ എന്ത് ചെയ്യുവാണ്, റിമൈൻഡിങ് ഹിംസെൽഫ് ഓഫ് ഹിസ് ഡ്യൂട്ടി ടു എനാക്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇയാൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. തിയേറ്ററിക്കലി റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം പ്ലാൻ ചെയ്യുവാണ് ഒരു പെർഫോമൻസ് വെച്ചിട്ട്. ആക്ട് 4 സീൻ 4-നകത്ത് കിങ്ങും ഡ്യൂക്കും വൈസ്രോയും പെർഫോമൻസ് വാച്ച് ചെയ്യുന്നു. ഓൺ സ്റ്റേജിൽ ഹൈറോണിമോ സ്റ്റാബ് ചെയ്യുവാണ് ബാൽത്തസാറിനെ. ബെലിംബീരിയ ലോറൻസോയെ സ്റ്റാബ് ചെയ്യുന്നു ആൻഡ് ദെൻ ഹെർസെൽഫ്. കിങ്ങും വൈസ്രോയെ അപ്ലോഡ് ചെയ്യുന്നു. അത് ഫിക്ഷൻ ആണെന്നും പറഞ്ഞ് പ്ലേ ആണെന്നും പറഞ്ഞ് ഹൈറോണിമോ റിവീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെത്ത് റിയൽ ആണെന്നും ഹൊറേഷ്യോയുടെ കോർപ്സിനെ അൺവെയിൽ ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ എന്നുവെച്ചാൽ ഈ ആളുകളെ കൊല്ലാതെ ഹൊറേഷ്യോയുടെ കോപ്സിനെ എന്ത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേൺ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇയാൾ തന്നെയാണ് ഓഥറെന്നും ആക്ടർ ഇൻ ദിസ് ട്രാജഡി എന്നും ഹൈറോണിമോ ഡിക്ലെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഹി അറ്റംപ്റ്റ്സ് ടു ഹാങ് ഹിംസെൽഫ് ബട്ട് ഹി സ്റ്റോപ്ഡ്. അണ്ടർ ഇൻട്രോഗേഷൻ ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുവാണ് ഇദ്ദേഹം റിവെഞ്ചിന് വേണ്ടിയാണ് കൊന്നതെന്ന്. പക്ഷേ ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും ഇദ്ദേഹം കൊടുക്കുന്നില്ല. ആൻഡ് ഹി ബൈറ്റ്സ് ഔട്ട് ഹിസ് ടങ് ടു പ്രിവെന്റ് സ്പീച്ച്. ഇദ്ദേഹത്തിന് നാക്ക് ഇദ്ദേഹം തന്നെ അങ്ങ് ബൈറ്റ് ഔട്ട് ചെയ്യുവാണ് ഇനി സംസാരിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇയാളെ എഴുതുവാണ്. ഹി റിക്വസ്റ്റ് എ നൈഫ്. അതായത് എഴുതാൻ ഇയാളെ ഫോഴ്സ് ചെയ്യുന്നു ആളുകൾ, എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇയാളൊരു നൈഫ് ചോദിക്കുവാണ് പേനയെ മെൻറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ തന്നെ സ്റ്റാബ് ചെയ്യുന്നു. ഡ്യൂക്കിനെയും ഹിംസെൽഫിനെയും ഇദ്ദേഹം സ്റ്റാബ് ചെയ്യുവാണ്. കിങ്ങും വൈസ്രോയും സങ്കടപ്പെട്ട് ഡിപ്പാർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ ഈ ലാസ്റ്റ് വളരെ വയലന്റ് തിയേറ്ററിക്കൽ സൂയിസൈഡും അതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ. ആക്ട് 4 സീൻ 5-നകത്ത് ഗോസ്റ്റ് ഓഫ് ആൻഡ്രി എന്ത് ചെയ്യാണ്, വെഞ്ചിയൻസ് ഫുൾഫിൽഡ് ആയ ഒരു ഇതിൽ നിൽക്കുവാണ്. റിവെഞ്ച് എന്ത് ചെയ്യുവാണ് പറഞ്ഞിരിക്കുന്നത്, ഹൊറേഷ്യയും ബെലിംബീരിയയ്ക്കും പീസും സമാധാനവും റിവാർഡായിട്ട് കിട്ടും. വില്ലൻസിന് ഹെല്ലിലോട്ട് പോകാനാണ് അവരെ കണ്ടം ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് രണ്ടുപേർക്കും അണ്ടർവേൾഡിലോട്ട് തിരികെ പോകാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് റിവെഞ്ച് തിയേറ്ററിക്കലി പെർഫോം ചെയ്യുവാണ്. ജസ്റ്റിസും കറപ്ഷനും മാഡ്നസ്, ഗ്രീഫ് ആൻഡ് വയലൻസ് വരുന്നുണ്ട്. ഡെത്തിനെ ഒരു റെസൊല്യൂഷനായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് ഇതൊരു ആസെറ്റ്സ് റിവെഞ്ച് ട്രാജഡി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മൾ എന്തായാലും നോക്കണം. ഇതെങ്ങനെയാണ് സ്പാനിഷ് ട്രാജഡി ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് മാറുന്നത്. അതിപ്പോൾ ഡിഗ്രി ലെവൽ രീതിയിലാണെന്നുണ്ടെങ്കിലും PG ലെവലാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഹാംലെറ്റ് ഒരു റിവെഞ്ച് ട്രാജഡി എങ്ങനെയാണ്, ഹാംലെറ്റിനെ ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹാംലെറ്റിനെ ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട്, ഇത് നമ്മൾ സ്പാനിഷ് ട്രാജഡിയാണ്, സ്പാനിഷ് ട്രാജഡിയാണ് പഠിക്കുന്നതെങ്കിലും ഇതും ഒരു ഹാംലെറ്റിൻ്റെ കണക്കൊരു റിവെഞ്ച് ട്രാജഡിയാണ്. അപ്പം എലിസബത്തൻ ഏജിൻ്റെ പോപ്പുലാരിറ്റി എന്ന് വെച്ചാൽ റിവെഞ്ച് ട്രാജഡിയുടെയാണ്. അത് ഈ സെനേക്കൻ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ റിവെഞ്ച് ട്രാജഡി ചെയ്തിരിക്കുന്നത്. സെനേക്കൻ മോഡൽ ട്രാജഡി എന്ന് പറയുന്നതും റിവെഞ്ച് ട്രാജഡി തന്നെയാണ്. ബ്ലഡ് ഷെഡും സൂപ്പർ നാച്ചുറൽ എലമെൻസും മോറൽ കോൺഫ്ലിക്റ്റും വെഞ്ചിയൻസും റിവെഞ്ചും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റും ഇതുപോലെ തന്നെ റിവെഞ്ച് ട്രാജഡിയാണ്. ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ, മോറൽ ഡിമെൻഷൻസ് ഓഫ് റിവെഞ്ച് ആണ് അതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് റിവെഞ്ച് ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് എ ക്രൈം ആണ്. ആ ക്രൈമിനുള്ള റെട്രിബ്യൂഷൻ ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്നു. അതാണ് ആ പ്ലേക്കകത്ത് വരുന്നത്. ഹാംലെറ്റിനകത്ത് കിങ് ഹാംലെറ്റിനെ ക്ലോഡിയസ് ബ്രദർ കൊല്ലുന്നു. പിന്നെ അപ്പിയറൻസ് ഓഫ് ദ ഗോസ്റ്റ്, അതായത് നമ്മുടെ രാജാവ് കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് കൺഫ്രണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് പ്രിൻസ് ഹാംലെറ്റിനെ. അൺനാച്ചുറൽ ഡെത്ത് ആണെന്ന് പറഞ്ഞ് ഗോസ്റ്റ് കമാൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ മേർഡറിനെ റിവെഞ്ച് എടുക്കൂ എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ റിവെഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഇതിനകത്തൊരു ഫിഗറാണ്. അതുപോലെ തന്നെ ഗോസ്റ്റും സൂപ്പർ നാച്ചുറൽ എലമെൻസും വരുന്നുണ്ട്. ഡിലേ ആണ് അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റിവെഞ്ച് ട്രാജഡി. അതായത് സ്വിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല. ഹാംലെറ്റ് തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ട്രാജിക് ഹീറോ ആണ്. പ്രോക്രാസ്റ്റിനേഷനാണ് ഹാംലെറ്റിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അതായത് അയാൾ ഹെസിറ്റേറ്റ് ചെയ്ത് സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ ചെയ്ത് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഫേമസ് സെളിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ ചെയ്യണോ വേണ്ടയോ മോറൽ ഡൗട്ടിലൊക്കെ ഇയാൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു ഇൻവേർഡ് കോൺഫ്ലിക്റ്റ് ആണ് ഹാംലെറ്റിനെ ഒരു ടെയിൽ ഓഫ് വെഞ്ചൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജിയൊക്കെ നമുക്ക് ഈ ഹാംലെറ്റിൻ്റെ സെളിലോക്കിലൂടെ നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. വേണോ ചെയ്യണോ, എൻ്റെ അങ്കിളല്ലേ എൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇയാൾ. ഒരു സ്പിരിറ്റ് വന്ന് ഒരു ആത്മാവ് എന്ന് പറയുന്നത് വിശ്വസിക്കണോ, അതിനുവേണ്ടിയാണ് ഇദ്ദേഹം തന്നെ ഒരു പ്ലേ വിത്തിനെ പ്ലേ ദ മൗസ് ട്രാപ്പ് ചെയ്യുന്നത്. അത് ഉള്ളതാണോ അല്ലയോ എന്നറിയാൻ. പിന്നെ വയലൻസും ബ്ലഡ് ഷെഡും അത് റിവെഞ്ച് ഡ്രാമയുടെ ഹോൾമാർക്സ് തന്നെയാണ്. അതായത് നമ്മുടെ ഹാംലെറ്റിൻ്റെ അവസാന ക്ലൈമാക്സിനകത്ത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്.
പോയിസൺ കുടിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ഡെത്താണ്. ഗെട്രൂഡും ലേറ്റസും ക്ലോഡിയസും ഹാംലെറ്റ് ഹിംസെൽഫും മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറ്റാസ്ട്രഫി ഓഫ് ഡെത്ത് തന്നെയാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത് അല്ലേ. പിന്നെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്. ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആണ്. അതാണ് ഹാംലെറ്റിന്റെ ഡെസ്റ്റിനിയെ ഷേപ്പ് ചെയ്തത് അല്ലേ. പിന്നെ എന്താണ് പറയുന്നത്, കറപ്ഷനും അപ്പിയറൻസ് വെസ് റിയാലിറ്റി, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് റിവെഞ്ച്, ഇതെല്ലാം വരുന്നുണ്ട്. ഗെട്രൂഡിൻ്റെ പെട്ടെന്നുള്ള മാരേജ്, പിന്നെ പൊളോണിയസിൻ്റെ സ്കീം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹാംലെറ്റിൻ്റെ റിവെഞ്ച് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനും കാരണമായത് അല്ലേ. സോ ഇത്രയും എസെൻഷ്യൽ എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഹാംലെറ്റ് ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് മാറിയത്. ഇനി സ്പാനിഷ് ട്രാജഡി പിന്നെ എന്താ പറയുക, ഒരു റിവെഞ്ച് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു റിവെഞ്ച് ട്രാജഡി ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ എന്തിനെക്കുറിച്ചും എഴുതണം, ഹാംലെറ്റിനെ കുറിച്ചും നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കും. റിവെഞ്ച് ട്രാജഡി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുള്ളി ഡെവലപ്ഡ് എലിസബത്തൻ റിവെഞ്ച് ട്രാജഡിയാണ്. ഷേക്സ്പിയറിന് ഹാംലെറ്റ് എഴുതാൻ മോഡലായത് സ്പാനിഷ് ട്രാജഡിയിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും ഉണ്ട് റിവെഞ്ച് ട്രാജഡി. വയലന്റ് മർഡർ, സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ, ഡിലേ ഇൻ ടേക്കിംഗ് റിവെഞ്ച്, തീംസ് ഓഫ് കറപ്ഷൻ ആൻഡ് ബ്ലഡി ക്ലൈമാക്സും ഇതിനകത്ത് ഉണ്ട്. മെറ്റാ തിയേറ്ററിക്കൽ എലമെന്റ്സും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആര്, നമ്മുടെ പിന്നെ തോമസ് കിഡ്. അപ്പം സ്പാനിഷ് ട്രാജഡിയിൽ ഡോൺ ആൻഡ്രിയയുടെ മർഡറാണ് ഫസ്റ്റ് നടക്കുന്നത്. പ്രിൻസ് ഓഫ് ബാൽത്തസാറാണ് ഡോൺ ആൻഡ്രിയെ പോർച്ചുഗലിന്റെ വോറിന്റെ സമയത്ത് കൊല്ലുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് റിവെഞ്ച് ഒരു ക്യാരക്ടറായിട്ട് ഇവിടെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രിയയുടെ സ്പിരിറ്റ് വളരെ റെസ്ലെസ് ആണ്. കാരണം അയാൾക്ക് പീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇയാൾക്ക് ജസ്റ്റിസ് കിട്ടിയില്ലല്ലോ. റിവെഞ്ച് എടുക്കുമ്പോഴേ ഇയാൾക്ക് ജസ്റ്റിസ് കിട്ടത്തുള്ളൂ. ഇയാളുടെ മരണത്തിനുള്ള റിവെഞ്ച് എടുത്താലേ ഇയാൾക്ക് ജസ്റ്റിസ് കിട്ടും. അതുകൊണ്ടാണ് റിവെഞ്ച് ആൻഡ്രിയയുടെ ഗോസ്റ്റിനെ റിവെഞ്ച് അക്കമ്പനി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ റിവെഞ്ച് തന്നെയാണ് ഇതിനകത്ത് കോറസ് ആയിട്ടും നിൽക്കുന്നത്. പിന്നെ സെനേക്കൻ മോഡൽ ഓഫ് റിവെഞ്ച് ഡ്രാമയാണിത്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആണ് ഗൈഡ് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ഹ്യൂമൻ ആക്ഷൻസിൽ. അതായത് ഇവിടെ റിവെഞ്ച് ആണ് കമന്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നത് ഈ ഡോൺ ആൻഡ്രിയുടെ ഗോസ്റ്റും ഒക്കെ. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ കോൺസ്റ്റന്റ്ലി അവെയർ ആക്കുന്നുണ്ട്. അതായത് റിട്രിബ്യൂഷൻ ഇന്നവിറ്റബിൾ ആണ്, ഡിലേ ആയാലും ഉടനെ തന്നെ ഇതെല്ലാം ഹാപ്പൻ ചെയ്യും എന്നുള്ളത്. പിന്നെ ഹൈറോണിമോ ആണ് ഇതിനകത്ത് അവെഞ്ചർ എന്ന് പറയുന്നത്. ഹൈറോണിമോ ആരാണ്? നൈറ്റ് മാർഷലോ സ്പെയിൻ ആണ് ആൻഡ് ഹൊറേഷ്യോയുടെ അച്ഛനാണ്. ഹൈറോണിമോ ബിക്കംസ് എ ട്രാജിക് ഹീറോ ആഫ്റ്റർ ഹിസ് സൺ ഇസ് ബീങ് മർഡർഡ് ബൈ ബാൽത്തസാർ ആൻഡ് ലോറൻസോ. ഓക്കെ, ഡ്യൂക്ക് ഓഫ് കാസ്റ്റലിന്റെ സണ്ണാണ് ലോറൻസോ എന്ന് പറയുന്നത്. ലൈക്ക് പിന്നെന്താണ് ഹാംലെറ്റിനെ പോലെ തന്നെ എന്താണ് ഹൈറോണിമയെ ഹെസിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നർ ടോർമെന്റ്സ് ഉണ്ട്. ഈ റിവെഞ്ച് പ്ലാൻ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ, ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെതായ ഡൗട്ട്സ് ഉണ്ട് അല്ലേ. പ്രൂഫിന് വേണ്ടി ഇദ്ദേഹം അലയുന്നുണ്ട്. അപ്പം പിന്നെ ബ്ലഡ് ഷെഡ് സ്പെക്ടക്കിളാണ് അടുത്ത സ്പാനിഷ് ട്രാജഡിയിൽ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഹൊറേഷ്യോയുടെ മർഡർ തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്ലൈമാക്സ് വളരെ ബ്ലഡിയർ ആൻഡ് വയലൻസ് ക്ലൈമാക്സ് ആണ്. ഹൈറോണിമോ ഒരു പ്ലേ വിത്തിനെ പ്ലേ ആണ് ചെയ്യുന്നത്. സോളിമൻ ആൻഡ് പെർസേഡ എന്നാണ് ആ പ്ലേയുടെ പേര്. നമ്മുടെ ഹാംലെറ്റിന്റെ പ്ലേയുടെ പേര് ദ മൗസ്ട്രാപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സോളിമൻ ആൻഡ് പെർസേഡ എന്നാണ് പ്ലേ വിത്തിനെ പ്ലേ ഈ സ്പാനിഷ് ട്രാജഡിയിലെ പ്ലേയുടെ പേര്. അത് ഈ മർഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാനും കില്ല് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പ്ലാൻ ചെയ്തെടുത്തൊരു പ്ലേ ആണ്. അപ്പോൾ പെർഫോമൻസിന്റെ ഇടയ്ക്കാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ബെലിംബീരിയെ ഇദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് എല്ലാവരെയും കൊല്ലുന്നത്, റിവെഞ്ച് കൊടുക്കുന്നത്. ഒരു തിയേറ്ററിക്കൽ ആൻഡ് ലിറ്ററൽ ടേംസിലാണ് റിവെഞ്ച് എടുക്കുന്നത് അല്ലേ. അപ്പം വെഞ്ചൻസ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അനദർ കീ ഫീച്ചർ ഓഫ് റിവെഞ്ച് ട്രാജഡി എന്ന് വെച്ചാൽ കറപ്ഷൻ എക്സ്പ്ലോറേഷൻ വിത്തിൻ ദ കോർട്ട്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻട്രീഗ്, അംബീഷൻ, ബിട്രയൽ, ഇതെല്ലാം സ്പെയിനിലും പോർച്ചുഗലിലും ഉണ്ട്. ജസ്റ്റിസ് റിപ്പീറ്റഡ്ലി ഒബ്സ്ട്രക്റ്റഡ് ആയി മാറുകയാണ്. കമ്പലിംഗ് ഹൈറോണിമോ ടു റിസോർട്ട് പ്രൈവറ്റ് റിവെഞ്ച് അല്ലേ. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇയാൾ തന്നെ റിവെഞ്ച് എടുത്തത്. അപ്പോൾ എലിസബത്തൻ ആൻസൈറ്റി അബൌട്ട് ലോ, ഓർഡർ, അതെല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ പ്ലേ ഓൾസോ ഹൈലൈറ്റ് എന്താണ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ് ഓഫ് വെഞ്ചൻസ് എടുത്തുകൊണ്ട് ഇവർക്കെല്ലാം മരിക്കേണ്ടി വന്നു. ഹൈറോണിമോ ലോയൽ ആയിരുന്നു, റെസ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം പിന്നെ മാഡ്നസിലോട്ടും ഒബ്സഷനിലോട്ടും മാറുവാണ് വെഞ്ചൻസ്, പക കാരണം. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഗ്രീഫാണ് എന്ത് ചെയ്തത് ഇതിനകത്തോട്ട് റിവെഞ്ചിലോട്ട് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ റിവെഞ്ച് എന്ന് പറയുന്നത്, പക എന്ന് പറയുന്നത് ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ് എന്നാണ് പറയുന്നത്. അതിനൊരു അതായത് അത് നമ്മളിപ്പം നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും റിവെഞ്ച് എടുക്കുന്നതെങ്കിലും അത് നമ്മളെ തന്നെ കൊല്ലുന്നൊരു കാര്യമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് തരുമെങ്കിലും പക്ഷേ അത് കെയോസും സെൽഫ് ഡിസ്ട്രക്ഷനും കോസ് ചെയ്യും. പിന്നെ സ്പാനിഷ് ട്രാജഡി അപ്പോൾ ഒരു ക്വിൻറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള റിവെഞ്ച് ട്രാജഡിയാണ്. എല്ലാ ക്ലാസിക്കൽ എലമെൻസും ഉണ്ട് റിവെഞ്ച് ട്രാജഡിയുടെ. പിന്നെന്താണ്, ഒരു ബ്ലഡ് ഷെഡിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിന് ഒരു മോഡലായിട്ട്, റിവെഞ്ച് ട്രാജഡിയുടെ മോഡലായിട്ട് നിന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം ഇതിനകത്ത് പറയാൻ.